Good afternoon, Miss. Good afternoon. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ ആയിരുന്നു അല്ലെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. 1 minute. ടൈപ്സ് ഓഫ് ഓറിയന്റേഷനിൽ നമ്മൾ എടുത്തത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ ആയിരുന്നു. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ. രണ്ടാമത്തെ പോയിന്റ് ആണ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ വൈസ് അതുപോലെ തന്നെ കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ ഇതാണ് ഉദ്ദേശിക്കുന്നത്. കൂട്ടമായിട്ടുള്ള ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഓറിയന്റേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് തിങ്, റിക്രൂട്ടിംഗ് മാനേജേഴ്സ് need to choose is whether the orientation program should be conducted in group or individual. അപ്പൊ എന്താണ്, എങ്ങനെയുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഗ്രൂപ്പ് ആയിട്ടും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുമുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. If the candidate are oriented individually ആണെങ്കിൽ എങ്ങനെയാണ്? Then it is difficult to standardize the view of the different recruiters, which is dissimilar to that of a collective orientation. Collective orientation ഒരു ഡിഫറെന്റ് അല്ലെ ഡിസിമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കളക്റ്റീവ് ആണെങ്കിൽ നമുക്കൊരു കൂട്ടമായിട്ടാണ് ഓറിയന്റേഷൻ നൽകുന്നത് അല്ലെ എംപ്ലോയീസിന്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഒരു വ്യക്തിയാണ്. അപ്പൊ എന്താണ്, രണ്ടും ഡിഫറെന്റ് ആണ്. Because individual orientation emphasizes a particular person's point of view, preference and dislikes. അപ്പൊ ഇൻഡിവിജ്വൽ ഓറിയന്റേഷനിൽ എംഫസൈസ് നൽകുന്നത് ഇതിലൊക്കെയാണ് പേഴ്സൺസ് പോയിന്റ് ഓഫ് വ്യൂ, അതുപോലെ കാൻഡിഡേറ്റിന്റെ പ്രിഫറൻസ്, ഡിസ്ലൈക്കുകൾ, ഇതിലൊക്കെയാണ് എംഫസൈസ് കൊടുക്കുന്നത്. ഇനി എന്താണ്, ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ ഈസ് time taking and expensive practice. അണ്ടർലൈൻ ചെയ്തേ, ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുകയാണ് അല്ലെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടുതൽ ടൈം ആകുന്നുണ്ട്, അതുപോലെ തന്നെ വളരെ കോസ്റ്റ് ആണ് അല്ലെ, എക്സ്പെൻസീവ് ആണ്, കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. It also does not give any opportunity to new employees to interact with their fellow recruits. Majority of the large organization prefer collective induction approach. Underline ചെയ്യാട്ടോ, ലാർജ് ഓർഗനൈസേഷൻ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, കളക്റ്റീവ് ഇൻഡക്ഷൻ അപ്രോച്ച് ആണ്. എന്തുകൊണ്ടായിരിക്കാം കളക്റ്റീവ് ഓറിയന്റേഷൻ പ്രിഫർ ചെയ്യുന്നത്? ലാർജ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ കൂടുതലായിട്ട് കാൻഡിഡേറ്റ്സിന് ആവശ്യമായിട്ട് വരും അല്ലെ, വേക്കൻസീസ് കൂടുതലായിട്ടുള്ള കാൻഡിഡേറ്റുകളാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ തന്നെ എന്താണ്, വളരെ എക്സ്പെൻസീവ് ആണ്, കോസ്റ്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കളക്റ്റീവ് ഇൻഡക്ഷൻ അപ്രോച്ച് ആണ്. But this is not the case of a small organization which need less number of persons. ആണല്ലോ, small organizationൽ ചെറിയ രീതിയിലുള്ള ആളുകളാണ്, ചെറിയ നമ്പേഴ്സ് ഓഫ് എംപ്ലോയീസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അത് പ്രിഫർ ചെയ്യുന്നത് എന്താണ്, and hence prefer individual induction approach. However, the individual induction approach is also popular in a large organization, but it only when they need to recruit highly trained professionals who are always required in smaller numbers. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോളർ ഓർഗനൈസേഷൻസ് പ്രിഫർ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ഇൻഡക്ഷൻ ആണ്, അപ്രോച്ച് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അവരിപ്പോ
ലാർജ് ഓർഗനൈസേഷൻ എന്താണ് പറയുന്നത്? ലാർജ് ഓർഗനൈസേഷൻ പ്രിഫർ ചെയ്യുന്നുണ്ട് ഇത് ഈ ഇൻഡിവിജ്വൽ ഇൻഡക്ഷൻ അപ്രോച്ച്. എന്തുകൊണ്ടാണ് അങ്ങനെ? വലിയ സ്ഥാപനങ്ങളില് ചെറിയ സംഖ്യകളിൽ ഒരു പ്രത്യേക പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക പ്രൊഫഷണൽസുകളെ ആവശ്യമായിട്ട് വരുമ്പോ എന്താണ് പറഞ്ഞത്? വലിയ ഓർഗനൈസേഷനില് ലാർജ് ഓർഗനൈസേഷനില് ചെറിയ രീതിയിൽ പ്രൊഫഷണൽസിനെ ആവശ്യമായിട്ട് വരുമ്പോ അവരെന്താണ് പ്രിഫർ ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ ഇൻഡക്ഷൻ അപ്രോച്ച് ആണ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രധാനമായിട്ടും അവര് പ്രിഫർ ചെയ്യുന്നത് കളക്റ്റീവ് ഓറിയന്റേഷൻ ആണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളില് ചില സാഹചര്യങ്ങളില് ഏറ്റവും എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ ആവശ്യമായിട്ട് വരുമ്പോൾ ചെറിയ രീതിയില് ചെറിയ നമ്പേഴ്സില് ആളുകളെ ആവശ്യമായിട്ട് വരുമ്പോൾ ലാർജ് ഓർഗനൈസേഷൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ വ്യക്തിഗത ഇൻഡക്ഷൻ അപ്രോച്ച് ആണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻഡക്ഷൻ അപ്രോച്ച് ആണ്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ പറഞ്ഞത് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ ആണ്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിഗത ഓറിയന്റേഷൻ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആളുകളെ ഒരു കൂട്ടമായിട്ടാണ് ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നത്. സ്മോളർ ഓർഗനൈസേഷനിലാവുമ്പോൾ എന്താണ്? ഇൻഡിവിജ്വൽ ഓറിയന്റേഷൻ അപ്രോച്ച് ആണ്. അതുപോലെ തന്നെ ലാർജർ ഓർഗനൈസേഷനിൽ കളക്റ്റീവ് ഓറിയന്റേഷൻ അപ്രോച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താ പറഞ്ഞത്? നമ്മള് എന്താണ് ലാർജ് ഓർഗനൈസേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും അവർ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? കളക്റ്റീവ് ആയിട്ടുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ് അല്ലെ. ഇനി നമ്മുടെ ലാർജർ ഓർഗനൈസേഷനിൽ അവര് ചില സമയങ്ങളിൽ ഇൻഡിവിജ്വൽ ഇൻഡക്ഷൻ അപ്രോച്ച് പ്രിഫർ ചെയ്യാറുണ്ട്. എന്താണ് കാരണം? സ്മോളർ നമ്പർ ഓഫ് പ്രൊഫഷണൽസ് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ അവര് ഇൻഡിവിജ്വൽ ഇൻഡക്ഷൻ അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് സീരിയൽ ആൻഡ് ഡിസ്ട്രിക്റ്റീവ് ഓറിയന്റേഷൻ. സീരിയൽ ഓർ ഡിസ്ട്രിക്റ്റീവ് ഓറിയന്റേഷൻ. Serial induction is the one in which an experienced employees take the responsibility of training the newly appointed persons. He acts as tutor, trainer, or role model for the new recruits. എന്താ പറയുന്നത്? സീരിയൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാല് പുതിയതായിട്ട് നിയമിക്കുന്ന വ്യക്തികൾ ഉണ്ടാവില്ലേ, ന്യൂ എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ വ്യക്തികളെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഒരു പരിചയ സമ്പന്നനായ ജീവനക്കാരൻ ഏറ്റെടുക്കുന്നു. അതിനെയാണ് നമ്മൾ സീരിയൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സീരിയൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മളൊരു പുതിയ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ആ വ്യക്തിയെ പരിശീലിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഒരു പരിചയ സമ്പന്നനായ ജീവനക്കാരൻ ഏറ്റെടുക്കുന്നു. അതിനെയാണ് അവർക്ക് എന്തുണ്ടാവും? അപ്പോ ഇയാള് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട്, ട്രെയിനിങ് നൽകാനായിട്ട് അല്ലെ, എല്ലാ കാര്യങ്ങളും ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, എങ്ങനെയുള്ള ഡ്യൂട്ടീസ് ചെയ്യണം, എത്തരം കാര്യങ്ങൾ ചെയ്യണം, ഏത് മെത്തേഡിലൂടെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു പരിചയ സമ്പന്നനായിട്ടുള്ള ആളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഇത് സീരിയൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഹി ആക്ടേഴ്സ്, ആ വ്യക്തി പരിചയസമ്പന്നനായ വ്യക്തി എന്താവാം? ട്യൂട്ടർ ആവാം, അല്ലെങ്കിൽ ട്രെയിനർ ആവാം, അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ന്യൂ എംപ്ലോയീസിന്. When such a facility is not given to a new appointee, when there is nobody to guide and motivate them, then such a scenario is termed as destructive induction. ഇനി എന്താണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാല് പുതിയ ജീവനക്കാർക്ക് ഗൈഡൻസും മോട്ടിവേഷനും കിട്ടുന്നില്ലെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ
ഗൈഡൻസോ അല്ലെങ്കിൽ മോട്ടിവേഷനോ കിട്ടുന്നില്ല എങ്കിൽ അതിനെ പറയുന്നതാണ് ഡിസ്ട്രക്റ്റീവ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പുതിയ കാൻഡിഡേറ്റിന് എന്ത് കിട്ടുന്നില്ല, ശരിയായ രീതിയിൽ ഗൈഡൻസോ അല്ലെങ്കിൽ മോട്ടിവേഷനോ കിട്ടുന്നില്ലെങ്കിൽ അതിനെ പറയുന്നതാണ് ഡിസ്ട്രക്റ്റീവ് ഇൻഡക്ഷൻ. ക്ലിയർ ആയോ? ഓക്കെ, സീരിയൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ ട്രെയിൻ ചെയ്യാനായിട്ട് മറ്റൊരു വ്യക്തി ഉണ്ടാവും അല്ലെ, മേലധികാരികൾ ഉണ്ടാവും, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലെ, അവർ ചെയ്ത ഡ്യൂട്ടീസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട്, അവരെ മേൽനോട്ടം വഹിക്കാനായിട്ട്, സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഒരു പേഴ്സൺ ഉണ്ടാവും. അതിനെയാണ് സീരിയൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്ട്രക്റ്റീവ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവരെ സൂപ്പർവൈസ് ചെയ്യാനോ ഗൈഡൻസ് കൊടുക്കാനോ മോട്ടിവേഷൻ കൊടുക്കാനോ ആരും ഉണ്ടാവില്ല. ഓക്കെ, both the type of induction have their own pros and cons. അല്ലെ, ഓരോ സീരിയൽ ഇൻഡക്ഷൻ ആയാലും അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ഇൻഡക്ഷൻ ആയാലും എന്തുണ്ട്? ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. സീരിയൽ ഇൻഡക്ഷൻ helps in maintaining the prevalent working condition as well as the customs of the workplace. എന്താണ് പറയുന്നത്? ഇപ്പൊ ജോലി സ്ഥലത്തുള്ള നിലവിലുള്ള തൊഴിൽ സാഹചര്യങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളൊക്കെ നിലനിർത്താനായിട്ട് ഈ സീരിയൽ ഇൻഡക്ഷന് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? If this process is used too much, then the company will always run on pre-decided set norms, and there would be no further scope of any creativity and or progressive outlook, and particularly those persons who are quite creative and liberal. Moreover, if the employees in an organization are stressed and frustrated, they would pass on some to the new recruits. ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള ചില ഓർഗനൈസേഷൻസ് ഒക്കെ എന്താണ്, പരമ്പരാഗത രീതികളായിരിക്കാം തുടർന്ന് കൊണ്ടുപോകുന്നത് അല്ലെ. ഓക്കെ, അങ്ങനെ പണ്ട് കാലത്തുള്ള രീതികൾ, പരമ്പരാഗതമായിട്ടുള്ള രീതികളൊക്കെ തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാവും അല്ലെങ്കിൽ ലോസ് ഉണ്ടാവും? എന്താണ് അഭിപ്രായം? ടെക്നോളജീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ആ പണ്ട് കാലങ്ങളിലുള്ള ആ രീതികൾ തന്നെയാണ്. ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താണ്, പരമ്പരാഗത രീതികൾ തന്നെ തുടർന്നു കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, പുരോഗതിക്ക് തടസ്സം ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഒബ്സ്ട്രാക്കിൾസ് വരും, തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾക്ക് എന്താണ്, ഇപ്പോ ഓരോ ഹെൽത്ത് കെയർ മേഖലയിലായാലും അതുപോലെ തന്നെ പല പല ഇൻഡസ്ട്രീസിലായാലും എന്താണ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പുതിയ ടെക്നോളജീസ്, ഇന്നോവേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അല്ലെ ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ കാലത്തിനോട്, കാലം എങ്ങനെയാണോ പോകുന്നത് അതിനോട് അനുബന്ധിച്ചിട്ട് നമ്മൾ ഓരോ പുതിയ പുതിയ ടെക്നോളജീസ് ആയാലും പുതിയ പുതിയ സർവീസ് ആയാലും നമ്മള് രോഗികൾക്കായാലും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും പുതിയ പുതിയ ടെക്നോളജീസ് ആണെങ്കിലും നമ്മൾ എന്താണ് അതിനോട്, കാലത്തോടനുബന്ധിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. പുതിയ പുതിയ ടെക്നോളജീസ് വരുമ്പോൾ ആ ടെക്നോളജീസ് നമ്മൾ പിന്തുടർന്ന് പോകേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ഓർഗനൈസേഷനിൽ പരമ്പരാഗതമായിട്ടുള്ള രീതികളാണെങ്കിൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പുരോഗതി ഒന്നും ഉണ്ടാവില്ല, പല പല തടസ്സങ്ങൾ ഉണ്ടാകും അല്ലെ, പുരോഗതിക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ വരുന്ന എന്താണ്, എംപ്ലോയീസിന് ലിമിറ്റ് ഇന്നോവേഷൻസ് അല്ലെ, പുതിയ പുതിയ ഇന്നോവേഷൻസ് ഉണ്ടാവുന്നില്ല. അതുപോലെ എന്താണ്, ഡിസ്കറേജ് ക്രിയേറ്റീവ് തിങ്കിങ് എന്താണ്, തടസ്സം വരുന്നുണ്ട്. ഒരു എന്താണ് ഡിസ്കറേജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കറേജ് കിട്ടുന്നു. അതുപോലെ തന്നെ ഹിൻഡർ തടസ്സങ്ങൾ, പ്രോഗ്രസീവ് ഐഡിയാസിന് പല പല തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ ക്രിയേറ്റിവിറ്റി ഉണ്ടാകാൻ, ക്രിയേറ്റീവ് തിങ്കിങ്ങിന് തടസ്സം വരുന്നു, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഐഡിയാസിന് തടസ്സം വരുന്നുണ്ട്, പല പല ഇന്നോവേഷൻസ് ഉണ്ടാകുന്നതിന് തടസ്സം വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ്, നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലോ ലെവലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുവഴി എന്താണ്,
എംപ്ലോയിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോ ഇന്നോവേഷൻസ് ഉണ്ടാകുന്നില്ല, ക്രിയേറ്റിവിറ്റിക്ക് തടസ്സം വരുന്നുണ്ട്, പ്രോഗ്രസീവ് ഒന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോ എംപ്ലോയീസ് വളരെ രീതിയിൽ സ്ട്രെസ്ഡ് ആവുന്നുണ്ട്, വെരി സ്ട്രെസ്ഡ് ആൻഡ് എന്താണ് ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോ അവർക്ക് എന്താണ് അവരുടെ ആ ജോലി ഉപേക്ഷിച്ച് പോകാനായിട്ട് തോന്നും. മനസ്സിലായോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ആ ലാസ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റ് സെന്റൻസിൽ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. Whereas the distinctive induction is just the opposite because it promotes the creative and inventive effort of employees, because there is no pressure on new recruits to carry on the tradition and customs of the organization. അപ്പൊ എന്താണ് പറയുന്നത് ഇവിടെ? നമ്മൾ പറയുന്നത് എന്താണ്? ഡിസ്റ്റിങ്റ്റീവ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയൽ ഇൻഡക്ഷൻ എന്നതില് എന്താണ് ഓപ്പോസിറ്റ് ആണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ പറയുന്നത്. സീരിയൽ ഇൻഡക്ഷൻ ആണെങ്കിൽ എന്താണ് അവിടെ ഒരു എംപ്ലോയീസിന് പുതിയതായിട്ട് ജോയിൻ ചെയ്ത എംപ്ലോയീസിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട് ആരുണ്ടാകും? കൂടെ ഒരു സൂപ്പർവൈസ് ചെയ്യാനായിട്ടുള്ള പരിചയസമ്പന്നനായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ. ഓക്കെ. ഡിസ്റ്റിങ്റ്റീവ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അവര് ഓരോ കാര്യങ്ങളിലും മോട്ടിവേഷൻ കൊടുക്കാനായിട്ടോ ഗൈഡൻസ് കൊടുക്കാനായിട്ടോ ഉള്ള ആളുകള് അവിടെ ഇല്ല. ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുമ്പോൾ അതിന് വേണ്ടതായിട്ട് സൂപ്പർവൈസ് ചെയ്യാനോ മോട്ടിവേഷൻ കൊടുക്കാനായിട്ടോ ആരുമില്ല. ഓക്കെ. അതാണ് പറയുന്നത് സീരിയലിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്റ്റിങ്റ്റീവ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇറ്റ് പ്രൊമോട്ട്സ് ദ ക്രിയേറ്റീവ്. അതുപോലെ തന്നെ എന്താണ് അവിടെ ക്രിയേറ്റിവിറ്റി അല്ലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ എംപ്ലോയീസിന് എന്താണ് പലതരത്തിലുള്ള എന്താണ് പ്രഷറുകളോ ഒന്നും അവിടെ ഇല്ല അല്ലെ. അതുപോലെ തന്നെ ട്രഡീഷൻസും കസ്റ്റംസ് ഒക്കെ പിന്തുടർന്ന് പോകാനായിട്ടുള്ള ഒരു സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും അവിടെ ഫോളോ ചെയ്യുന്നതായിട്ട് വരുന്നില്ല. മനസ്സിലായോ? അപ്പോ അവിടെയുള്ള ഓർഗനൈസേഷണൽ പോളിസീസ് ഉണ്ടാവും, പല രീതിയിലുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ ജോയിൻ ചെയ്യുന്ന ന്യൂ റിക്രൂട്ടേഴ്സിന് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അധികം പ്രഷർ വരുന്നില്ല, അവർ കമ്പയർ ചെയ്യുന്നില്ല. ഇന്ന ട്രഡീഷണൽസിലൂടെ പോകണം, കസ്റ്റംസിലൂടെ പോകണം എന്നുള്ളത് ഇവിടെ ഡിസ്റ്റിങ്റ്റീവ് ഇൻഡക്ഷനിൽ പറയുന്നില്ല. അവിടെ അങ്ങനെയുള്ള കമ്പൽ ചെയ്യിപ്പിക്കുന്നില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ്? But such gain are needed to be analyzed against the competencies of a creative person as well as those who fail individually due to lack of active support by an experienced mentor. എന്താ പറയുന്നത്? ഇവിടെ ഇങ്ങനെയുള്ള ഓരോ ജോബിന്റെ കാര്യങ്ങളും ചെയ്യുമ്പോഴും അവിടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്റർ ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. ഇല്ലേ? നമ്മൾക്കിപ്പോ ഒരു പുതിയ എംപ്ലോയി വരുമ്പോ എന്താണ് അവന് അറിയില്ല എന്താണ് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി, എന്താണ് ഞാൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ എന്താണ് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം അല്ലെ. ഓരോ കാര്യങ്ങളും അവന് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അവന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്റർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ. ഇനി എന്താ പറയുന്നത്? But such gain are needed to analyze and against the competencies of a creative person as well as those who fail individually due to lack of active support by experienced. പറഞ്ഞില്ലേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്റർ ആവശ്യമായിട്ട് വരും. The latter ones generally lack of understanding how to do their assigned work and how it is benefit to the organization. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഇങ്ങനെ പുതിയതായിട്ടുള്ള പേഴ്സൺസ് വരുമ്പോ, പുതിയതായിട്ടുള്ള കാൻഡിഡേറ്റ് വരുമ്പോ അവരുടെ
വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വർക്ക് ഗൈഡൻസ് കൊടുക്കാനും പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ വേണമെന്ന് അല്ലെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഗൈഡൻസ് കൊടുക്കാനായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവന് വളരെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അല്ലെ. വളരെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പറയാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരുടെ വർക്കുകൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് സീരിയൽ ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സീരിയൽ ആണെങ്കിൽ സീരിയൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പേഴ്സൺസ് പരിചയസമ്പന്നനായിട്ടുള്ള പേഴ്സൺ അവിടെ അവൈലബിൾ ആയിരിക്കും. എന്താണ്, ആ ന്യൂ എംപ്ലോയിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ടും അവരെ സൂപ്പർവൈസ് ചെയ്യാനായിട്ടും ഒരു പരിചയസമ്പന്നനായിട്ടുള്ള വ്യക്തി അവിടെ അവൈലബിൾ ആയിരിക്കാം. അദ്ദേഹം ആരായിരിക്കാം? ആക്ട് ആസ് ട്യൂട്ടർ ആയിരിക്കാം, ട്രെയിനർ ആയിരിക്കാം, റോൾ മോഡൽ ആയിരിക്കാം. അണ്ടർലൈൻ ചെയ്യാട്ടോ, അണ്ടർലൈൻ ചെയ്യാം ഫസ്റ്റ് സെന്റൻസ്. ഓക്കെ, ഇനി ഡിസ്റ്റിങ്റ്റീവ് ഇൻഡക്ഷൻ. ഡിസ്റ്റിങ്റ്റീവ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സീരിയലിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ, നേരെ ഓപ്പോസിറ്റ് ആണ്. അതെന്താണ്, അവരുടെ ഇങ്ങനെ എന്താണ് അവരുടെ പോളിസീസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അല്ലെ ഓർഗനൈസേഷന്, ആ കസ്റ്റംസ് അതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ കമ്പൽ ചെയ്യുന്നില്ല. ഓക്കെ, ആരുമില്ല അവിടെ അവരെ നോക്കാനോ അല്ലെങ്കിൽ അവരുടെ സൂപ്പർവൈസ് ചെയ്യാനോ ആരുമില്ല. ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ടും അവരെ നിർബന്ധിതരാക്കുന്നില്ല. ഓക്കെ, ഇത്രയൊന്നും മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ഇല്ല. എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട് അല്ലെ. അവിടെ എന്താണ്, എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ഇല്ല. എന്താണ്, അപ്പൊ അവരുടേതായിട്ടുള്ള രീതികള് ജോബും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് investiture and divestiture orientation. The choice of ultimate importance pertains whether to retain the and appreciate the identity of a newly appointed person or to dissemble it to reshape it as per the organization needs. Okay, എന്താണ് ഇൻസ്റ്റിറ്റ്യൂവർ ആൻഡ് ഡിസ്ട്രിക്റ്റ്യൂവർ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പുതിയ എംപ്ലോയീസിനെ നമ്മൾ വാല്യൂ ചെയ്യുകയും അവരെ സ്ഥാപനത്തിന്റെ ശൈലിക്ക് അനുയോജ്യമായ രീതിയിൽ രൂപപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്തിലൊക്കെ പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂവർ അതുപോലെ ഡിസ്ട്രിക്റ്റ്യൂവർ എന്ന ഓറിയന്റേഷനിൽ പറയുന്നത്. ഇവിടെ പറയാം, ഒരു ന്യൂ എംപ്ലോയി വരുമ്പോ നമ്മളുടെ വാല്യൂ അവര് വാല്യൂ ചെയ്യുകയും അവരെ സ്ഥാപനത്തിന്റെ ശൈലിക്ക് അനുയോജ്യമായ രീതിയിൽ രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് ഓറിയന്റേഷനിലും പറയുന്നത്. ഇനി എന്താണ് ഇൻസ്റ്റിറ്റ്യൂവർ ഓറിയന്റേഷൻ? ഓക്കെ, ആ ഫിഫ്ത്ത് എന്ന് പറഞ്ഞ പോയിന്റ് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം കേട്ടോ. ഓക്കെ, ഫിഫ്ത്ത് വൺ അല്ല, അത് ഇൻസ്റ്റിറ്റ്യൂവർ ഓറിയന്റേഷൻ എന്താണ്, ഡിസ്ട്രിക്റ്റ്യൂവർ ഓറിയന്റേഷൻ എന്താണെന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഫിഫ്ത്ത് എന്ന് പറഞ്ഞ പോയിന്റ് ജസ്റ്റ് ഒന്ന് വെട്ടാം. ഇനി എന്താണ് ഇൻസ്റ്റിറ്റ്യൂവർ ഓറിയന്റേഷൻ? To surface the important work-related features of a new recruits generally on the high professional appointments are based on this idea, because the person who is considered for the post of an executive is always judged on the basis of professional skills and characteristics that he possessed during the job. Such an individual is given full liberty, which ranged from deciding his office
interiors and choosing subordinate to taking various managerial decision. എന്താണ് ഇൻസ്റ്റിറ്റ്യൂവർ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു തരാം കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂവർ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാല് ഹൈ ലെവൽ പൊസിഷനിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുമ്പോ ശ്രദ്ധിക്കാം കേട്ടോ. ഹൈ ലെവൽ പൊസിഷനിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ പ്രൊഫഷണൽ സ്കിൽസും ക്വാളിറ്റീസും ഉള്ള ആളുകളെ വേണം സെലക്ട് ചെയ്യാനായിട്ട്. മനസ്സിലായോ? നമ്മള് ഹൈ ലെവൽ പൊസിഷനിലേക്ക് സിഇഒ അല്ലെങ്കിൽ മാനേജർ അല്ലെ, പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മള് ഒരു മാനേജറെ അല്ലെങ്കിൽ സിഇഒനൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ എന്താണ് അവിടെ ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കില്ലുകളും ക്വാളിറ്റിയും ഉള്ള ആളുകളെ വേണം സെലക്ട് ചെയ്യാൻ അല്ലെ. ഓക്കെ, ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസ് എങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിന് എത്തരത്തിലുള്ള ഫ്രീഡങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ഫ്രീഡങ്ങൾ ഉണ്ടാവും? മേക്ക് ഡിസിഷൻസ്, അവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റും അല്ലെ, ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചൂസ് ദെയർ ടീം, അവരുടെ ടീം വർക്കിലേക്ക്, ഓരോ കൂട്ടമായുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്യാനായിട്ട് അവർക്ക് അധികാരമുണ്ട്. ചൂസ് ദെയർ ടീം, അവരുടെ ടീമിനെ സെലക്ട് ചെയ്യാനായിട്ട്. ഈവൻ ഡിസൈൻ ദെയർ ഓഫീസ് ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു അധികാരവും അവർക്കുണ്ട്. ഇങ്ങനെയുള്ള പ്രൊഫഷണൽസിനുണ്ട്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂവർ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാല് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണ്? ഒരു ഹൈ ലെവൽ പൊസിഷനിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുമ്പോ എന്താണ് പ്രൊഫഷണൽ സ്കിൽസും ക്വാളിറ്റിയും ഉള്ള ആളുകളെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അവർക്ക് എത്തരത്തിലുള്ള ഫ്രീഡം ഉണ്ടെന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യമുണ്ട്. എന്തൊക്കെയാണ്? ഡിസിഷൻ എടുക്കാനായിട്ട്. ചൂസ് ദെയർ ടീം, എന്താണ് അവരുടെ ടീമിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കാനായിട്ട് അല്ലെ, ചൂസ് ചെയ്യാനായിട്ട്. ഈവൻ ഡിസൈൻ ദെയർ ഓഫീസ് ഡിസൈൻ ചെയ്യാനായിട്ടുള്ള അധികാരവും അവർക്കുണ്ട്. മനസ്സിലായോ? ജസ്റ്റ് വേണമെങ്കിൽ മിസ് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പാരഗ്രാഫ് പഠിച്ച് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ചുരുക്ക രൂപത്തിൽ പറഞ്ഞതാണ്. ഇനി പറയണോ ഇൻസ്റ്റിറ്റ്യൂവർ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ക്ലിയർ ആണോ? ഇനി നമുക്ക് നോക്കാം. ഓക്കെ, destitute orientation. However, destitute orientation is just the opposite of institute orientation. Opposite ആണ് നമുക്കറിയാം. This method attempts to modify the characteristics of the new recruits as they were selected because of their potential for effective performance. This method is afraid to make them more acceptable to the other employees and more appropriate for organization. അപ്പൊ എന്താണ് നമുക്കറിയാം, എന്താണ് ഇതിന് ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഇൻസ്റ്റിറ്റ്യൂവർ ഓറിയന്റേഷൻ ഓപ്പോസിറ്റ് ആണ് ഡിസ്റ്റിറ്റ്യൂവർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണത്? പുതിയ ജീവനക്കാരന്റെ വ്യക്തിത്വത്തെ വിലമതിക്കുന്നതിന് പകരം സ്ഥാപനത്തിന്റെ സംസ്കാരത്തിനും മാനദണ്ഡങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ അവരെ വാർത്തെടുക്കുക. മനസ്സിലായോ? അവർക്ക് ഫ്രീഡം ഒന്നുമില്ല. സ്ഥാപനത്തിന് ഒരു സ്ട്രക്ചറും പോളിസീസ് ഉണ്ടാവും, ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ട് അവരെ വാർത്തെടുക്കുക. അതാണ് നേരത്തെ പറഞ്ഞതാ. എന്താണ് പ്രശ്നം? ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഫ്രീഡം ഉണ്ട് അല്ലെ, അവരുടെ ടീമിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഡിസിഷൻ എടുക്കാനായിട്ടൊക്കെ. എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓറിയന്റേഷനിൽ ആ ഹൈ ക്വാളിറ്റി ഉള്ള ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഫ്രീഡങ്ങളുണ്ട്. ഇതിലെന്താ പറയുന്നത്? ഡിസ്റ്റിറ്റ്യൂറിൽ എന്താ പറയുന്നത്? ഫ്രീഡം ഒന്നുമില്ല. എന്താണ്? ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന ആ പോളിസിക്കും പ്രൊസീജിയറിനും അനുസരിച്ച് അവരെ വാർത്തെടുക്കുന്നു. ക്ലിയർ ആയോ കൺസെപ്റ്റ്? ഓക്കെ, this update of the candidate personality may sometimes require him to sever from their old personality traits and
adapt himself to different way of looking at his job, colleagues, and the aim of organization. Such new appointee may even be made to enter false humiliation, harassments from senior officers to test their adaptability in different situations. The strategy is also used the orientation strategy to break the old mindset of a conservative attitude of the newly appointed candidate, so that a new set of values and norms could be instilled easily. അപ്പൊ എന്താണ് ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞില്ലേ, ഓർഗനൈസേഷന്റെ രീതിക്ക് അനുസരിച്ചിട്ട് അവരെ അനുസരിച്ച് ഹരാസ്മെന്റ് കൊടുക്കാം, സീനിയർ ഒഫീഷ്യലിന്റെ കയ്യിൽ നിന്നൊക്കെ നല്ല ചീത്തകൾ ഇതൊക്കെ കേട്ടിട്ട് അവരെ അതിലേക്ക് ആ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഫ്രീഡം ഒന്നും ഉണ്ടാവില്ല. ഓർഗനൈസേഷന്റെ രീതിക്ക് അവരെ വാർത്തെടുക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് ഡിസ്റ്റിറ്റ്യൂവർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രണ്ടും ഇൻസ്റ്റിറ്റ്യൂവർ ഉണ്ട്, അതുപോലെ ഡിസ്റ്റിറ്റ്യൂവർ ഓറിയന്റേഷനും ഉണ്ട്. ഓക്കെ അല്ലേ? കൺസെപ്റ്റ് മാത്രം ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് പ്രോസസ് ഓറിയന്റേഷൻ. പ്രോസസ് ഓറിയന്റേഷനിൽ 3 സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, 3 സ്റ്റേജസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ജനറൽ ഓറിയന്റേഷൻ, ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ, സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ. ഓക്കെ, ജനറൽ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റൽ ഉണ്ട്, അതുപോലെ സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ ഉണ്ട്. ഇനി എന്താണ് സ്റ്റേജസ് പഠിച്ചു വെക്കാം കേട്ടോ. എത്ര സ്റ്റേജ് ഉണ്ടെന്നും ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ജനറൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? In this stage, the main aim is to make the employees comfortable and motivated into the series during the orientation process, so that he can easily become accustomed to the organization. Employees are also made aware of the history, business objectives, and the processes of the organization. He is also taking the visit to all organization for understanding the business process. Initially, classroom knowledge is given for the month, and after that he should be placed in their respective department as a trainee to know the processes and understand the importance of each activity for the end result. എന്താണ് ചുരുക്കി പറഞ്ഞു തരാം. എന്താണ് ജനറൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ? പൊതുവായ ജനറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവായ അല്ലെ. പൊതുവായ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാൻഡിഡേറ്റിന് ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കാനായിട്ട് കംഫർട്ടബിൾ ഫീലിംഗും മോട്ടിവേഷനും നൽകുക. ഓക്കെ, എന്താണ് ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റിന് ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കാനായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗും മോട്ടിവേഷനും നൽകുന്നു. ഇതിലൂടെ എംപ്ലോയീസിന് ആ സ്ഥാപനവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോട്ടിവേഷൻ ഒക്കെ നൽകുമ്പോൾ പൊരുത്തപ്പെടാനായിട്ട് പറ്റും അല്ലെ. പൊരുത്തപ്പെടാനും ഒരു കംഫർട്ടബിൾ ഫീലിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ്? നമുക്ക് കുഴപ്പമില്ല, പോവാം അല്ലെ, നല്ല രീതിയിൽ നമുക്ക് ഒത്തുപോകാമെന്ന് തോന്നാറുണ്ട് അല്ലെ. കംഫർട്ടബിൾ ഫീലിംഗ് ഒക്കെ കിട്ടുമ്പോ അപ്പൊ നല്ല രീതിയിൽ അതൊന്നും അവിടെയുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ, ആ സ്ഥാപനവുമായിട്ടൊന്ന് പൊരുത്തപ്പെടാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിത്രം, ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം, അതുപോലെ തന്നെ ചരിത്രങ്ങള്, പ്രോസസ്സ് അല്ലെ, പ്രക്രിയകള് എന്നിവയെ കുറിച്ച് ജീവനക്കാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഹിസ്റ്ററി ഉണ്ടാവും, അതുപോലെ തന്നെ ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ എന്താണ് പ്രോസസ്സസ്, ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെ, ഓരോ പ്രോസസ്സുകളും പറ്റി അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ബോധ്യവാന്മാരാക്കാറുണ്ട്. ബിസിനസ് പ്രോസസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപനത്തെ ഓൾ ഓവർ ആയിട്ട് സന്ദർശിക്കാനായിട്ട് കൊണ്ടുപോകും. ഓക്കെ, ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്
ഓൾ ഓവർ ആയിട്ട് അവരെന്ത് ചെയ്യും, ഓരോ കാര്യങ്ങളും ഇതാണ്, ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇന്നതാണ് ഇവിടെ ചെയ്യുന്ന ജോലി അല്ലെ, എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ അവരെ ഒരു പുതിയ, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പുതിയ അപ്പോയിന്റ്മെന്റ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു എംപ്ലോയിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇന്നതാണ് കേട്ടോ ജോലി, അല്ലെങ്കിൽ ഇന്നതാണ്, ഇത് ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇത് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാണിച്ചത് കൊടുക്കാറില്ലേ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഒന്ന് ഓൾ ഓവർ ആയിട്ട് ഓർഗനൈസേഷനെ അവർ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ എന്താണ്, തുടക്കത്തിൽ 1 മാസം ക്ലാസ് റൂം നോളജ് ആയിരിക്കും നൽകുന്നത്. 1 മാസം കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെയുള്ള നോളജ് ആണ് കൊടുക്കുന്നത്, ക്ലാസ് റൂം നോളജ് ആണ് കൊടുക്കുന്നത്. പിന്നീട് പ്രോസസ്സസ് അറിയുന്നതിനും അതുപോലെ തന്നെ ഓരോ പ്രവർത്തനത്തില് ഫൈനൽ റിസൾട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും അദ്ദേഹത്തെ അതാത് വകുപ്പിലെ ട്രെയിനിങ്ങിന് നിയമിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആദ്യം പൊതുവായിട്ടൊന്ന് ഓരോ കാര്യങ്ങൾ നോളജുകൾ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഓരോന്നും എന്താണ് തരംതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ പ്രാധാന്യങ്ങൾ, ഫൈനൽ റിസൾട്ട്, കുറെ ഫൈനൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതാത് വകുപ്പില് അതാത് ഡിപ്പാർട്ട്മെന്റില് ട്രെയിനിങ്ങിന് നിയമിക്കും. ക്ലിയർ ആയോ? അതാണ് ജനറൽ ഓറിയന്റേഷൻ. ഒന്ന് വായിച്ചു നോക്കിയേ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ ജനറൽ ഓറിയന്റേഷൻ എന്താണെന്നുള്ളത്. Okay, next ആണ് departmental orientation. Departmental orientation. Now the individual is introduced to the department where he has to work. There is a need for the new incumbent to be aware of the role, responsibility, and the operating practice of the department. The new employee should be made familiar with each and every activity of the department for the few months. During this process, he needs to build up the relationship with the seniors, colleagues, and subordinates, after which he will be allotted a particular job. Okay, എന്താണ് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാല് കാൻഡിഡേറ്റിനെ അവൻ ജോലി ചെയ്യുന്ന വകുപ്പിലേക്ക് പരിചയപ്പെടുത്തുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ജോലി കിട്ടുന്നത്. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് വൈസ് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്തൊക്കെയാണ്? പുതിയ ഉദ്യോഗസ്ഥൻ അല്ലെ, പുതിയൊരു കാൻഡിഡേറ്റ് വരുമ്പോ അവന്റെ ആ ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് ഏതാണ്, അവന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, പ്രവർത്തന രീതികള്, പ്രോസസ്സിംഗ് അല്ലെ, എല്ലാ കാര്യങ്ങളും, ഓപ്പറേഷൻ അല്ലെ, ഓപ്പറേഷൻ പ്രാക്ടീസുകൾ എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ച് അവനെ ബോധ്യവാന്മാരാക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. എംപ്ലോയീസ് അറിഞ്ഞിരിക്കണം ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, റോൾ എന്താണ്, ഓപ്പറേഷൻ അതിന്റെ പ്രവർത്തനപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പുതിയ ജീവനക്കാരന് വകുപ്പിന്റെ ഓരോ പ്രവർത്തനത്തെ കുറിച്ചും കുറച്ച് മാസത്തേക്ക് പരിചയം നൽകും. ഓക്കെ,
അവനിപ്പോ ഒരു എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്ന് അറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അവൻ എന്താണ് കുറച്ച് മാസത്തേക്കാണ് പരിചയം നൽകുന്നത്. മനസ്സിലായോ? കുറച്ച് മാസത്തേക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പ്രക്രിയയില് എന്താണ് മുതിർന്ന ഉദ്യോഗസ്ഥര്, സീനിയേഴ്സ് ഉണ്ടാവും, കൊളീഗ്സ് ഉണ്ടാവും, സബോർഡിനേറ്റ്സുകൾ ഉണ്ടാവും അല്ലെ. ഇവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതിനുശേഷം കാൻഡിഡേറ്റിന് ജോലി അനുവദിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷനിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ആദ്യം ആ വകുപ്പേരാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പിന്നെ എന്താണ് അവന്റെ റോൾ എന്താണ് ചെയ്യേണ്ട, ഡ്യൂട്ടി എന്താണ്, റോൾ എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷണൽ പ്രാക്ടീസസുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്ത് പുതിയ ജീവനക്കാരൻ എന്താണ്, പുതിയ കാൻഡിഡേറ്റ് ആണെങ്കിൽ പുതിയ കാൻഡിഡേറ്റിന് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ച് കുറച്ച് മാസത്തേക്ക് ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്താണ്, അവിടെയുള്ള എല്ലാ സീനിയർ സ്റ്റാഫുകൾ അല്ലെങ്കിൽ സീനിയേഴ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ കൊളീഗ്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, സബോർഡിനേറ്റുകൾ, കീഴ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും. അപ്പൊ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം നല്ല രീതിയിൽ പരിചയമായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കാൻഡിഡേറ്റിന് ജോലി അനുവദിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് സ്പെസിഫിക് ജോബ് ട്രെയിനിങ് കേട്ടോ, job orientation. The individuals is provided a specific task with a job description. The employee need to have knowledge of the method used for a specific job. The responsibility involved in that specific work has to be mentioned precisely to the newcomer along with the role expectations. The senior, if necessary, should adopt a guiding approach to direct the individual on the job he has to do. Okay. എന്താണ് സ്പെസിഫിക് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? എന്താണ് സ്പെസിഫിക് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? കാൻഡിഡേറ്റിന് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനായിട്ടുള്ള ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ടാസ്ക് എന്താണ്, പ്രവർത്തനങ്ങൾ എന്താണ്, ഇതിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അവർക്ക്. ഇനി എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത്? സ്പെസിഫിക് ജോബ് യൂസ് ചെയ്യുന്ന മെത്തേഡ് അറിയാൻ വേണ്ടിയിട്ട്, ഞാൻ എന്ത് മെത്തേഡിലൂടെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യണം, അതിനാണ് ഒരു ഡിസ്ക്രിപ്ഷൻ അവർക്ക് നൽകുന്നത്. ഇനി ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി അവന് അറിഞ്ഞിരിക്കണം അല്ലെ. ഞാൻ എന്ത് റെസ്പോൺസിബിലിറ്റി ആണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഡ്യൂട്ടീസ് ആണ് ചെയ്യേണ്ടത്, എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് അവൻ ബോധ്യവാന്മാരാകണം അല്ലെങ്കിൽ ബോധ്യപ്പെടണം. അപ്പോ അങ്ങനെയുള്ള ആവശ്യമെങ്കിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇനി ആവശ്യമെങ്കിൽ മേലുദ്യോഗസ്ഥൻ കാൻഡിഡേറ്റിന് ചെയ്യേണ്ട ജോലിക്ക് ആ ഗൈഡൻസ് മേലുദ്യോഗസ്ഥൻ എന്ത് ചെയ്യാൻ കൊടുക്കുക. മനസ്സിലായോ? മേലുദ്യോഗസ്ഥന് വേണമെങ്കിൽ അവര് ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷനിൽ വരുന്നത്. ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ ഡിസ്ക്രിപ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? അവൻ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് മെത്തേഡിലൂടെ ആ ജോലി ചെയ്യണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവന്റെ റെസ്പോൺസിബിലിറ്റി, ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി അവർ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ഈ മേലുദ്യോഗസ്ഥന്, അവന് മുകളിലുള്ള മേലുദ്യോഗസ്ഥന് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, ഗൈഡൻസ് കൊടുക്കാം അല്ലെ. എങ്ങനെയാണ്, ഇതിനു വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ ആ ജോബ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥന് കൊടുക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് സ്പെസിഫിക് ജോബ് ഓറിയന്റേഷനിൽ വരുന്നത്. വായിച്ചു നോക്കാം കേട്ടോ.
Clear അല്ലേ? Specific job orientation. Okay. Next ആണ് contents of orientation program. എന്തൊക്കെ contents ആണ് orientation programമിൽ അടങ്ങിയിട്ടുള്ളത്? Employee orientation program should provide information concerning the following. First one എന്താണ്? Organizational issues. It involves the short history of a company, name and destination of key executives. അതുപോലെ എന്താണ്? Employees title, department, layout of physical facilities, probationary period of a product or service offered, overview of a production and process, company policies and rules, disciplinary procedures, safety procedures and employee handbook. ഇതൊക്കെയാണ് ഈ ഓർഗനൈസേഷൻ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടത് ഇതിൽ അടങ്ങിയിരിക്കുന്നത് കേട്ടോ. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ക്ലിയർ അല്ലേ എല്ലാ കാര്യങ്ങളും? ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഓക്കെ അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എന്താണ് എംപ്ലോയി ബെനഫിറ്റ്? അറിയാൻ പറ്റുമല്ലോ എംപ്ലോയീസിന് എന്തൊക്കെ ബെനഫിറ്റ് കിട്ടും. It involves pay scale, like salary scale, salary day, like pay day. എപ്പോഴാണ് pay ചെയ്യുന്നത്? Salary pay ചെയ്യുന്നത് ദിവസം. Vacation and holidays, rest breaks, training benefit, counseling, insurance and medical, recreation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Recreation, വിനോദം and retirement ബെനഫിറ്റുകൾ. ഇതൊക്കെയാണ് എംപ്ലോയി ബെനഫിറ്റ് ആയിട്ട് വരുന്നത്. അറിയാലോ? ഓക്കെ ആണോ? എംപ്ലോയി ബെനഫിറ്റ് മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണ്? Introduction to existing members of the organization. Organizations make a special effort to introduce new employees to all existing employees. It is the foremost responsibility of the supervisor to make new employees familiar with the existing employees. Supervisor is a person who sets the tone for the employees' future interpersonal relationship with the other staff members. When any new employees comes to the organization, he will probably be happy about getting a job, but at the same time he will perhaps have certain anxieties, fears and misgivings. Therefore, it is the duty of existing staff to support him. Existing staff can support new staff member throughout the induction process. ഇവിടെ പറയുന്നത് എന്താണ്? എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് അല്ലെ ഇൻട്രൊഡക്ഷൻ ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇവിടെയുള്ള ആളുകളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ അല്ലെ പരിചയപ്പെടുത്തല്. ഓക്കെ, എക്സിസ്റ്റിംഗ് ആയിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തല്. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? പുതിയ ജീവനക്കാരെ നിലവിലുള്ള ജീവനക്കാർക്ക് പരിചയപ്പെടുത്താനായിട്ട് ഓർഗനൈസേഷൻ പ്രത്യേകം ശ്രമിക്കുന്നുണ്ട് അല്ലെ. ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു പുതിയതായിട്ടുള്ള എംപ്ലോയീസിന് വരുമ്പോ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് അവർ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് അല്ലെ. ഓക്കെ, പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. പുതിയ ജീവനക്കാരെ നിലവിലുള്ള ജീവനക്കാരുമായിട്ട് പരിചയപ്പെടുത്തേണ്ടത് സൂപ്പർവൈസറുടെ പ്രധാന റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? പുതിയ ജീവനക്കാരെ നിലവിലുള്ള ജീവനക്കാരുമായിട്ട് എന്താണ് പരിചയപ്പെടുത്തേണ്ടത് സൂപ്പർവൈസറുടെ പ്രധാന ഉത്തരവാദിത്തമാണ്. എന്താ പറയുന്നത്? മറ്റ് സ്റ്റാഫുകളുള്ള ജീവനക്കാരന്റെ ഭാവിയിലെ വ്യക്തിബന്ധങ്ങൾക്ക് രൂപം നൽകുന്ന വ്യക്തിയാണ് സൂപ്പർവൈസർ അല്ലെ. അങ്ങനെ നമ്മള് ഈ സൂപ്പർവൈസർ മറ്റാളുകളെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ എന്താണ്? ഭാവിയില് നമ്മളുടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തു പോകാനും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ടും സഹായിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് മറ്റ് സ്റ്റാഫുകളുമായുള്ള ജീവനക്കാരന്റെ ഭാവിയിലെ വ്യക്തിബന്ധങ്ങൾക്ക് രൂപം നൽകാൻ സഹായിക്കുന്ന വ്യക്തിയാണ് സൂപ്പർവൈസർ. ഏതെങ്കിലും ഒരു പുതിയ ജീവനക്കാരൻ സ്ഥാപനത്തിലേക്ക് വരുമ്പോ അയാൾക്ക് ജോലി ലഭിച്ചതിന്റെ സന്തോഷം ഉണ്ടാകും ഇല്ലേ? പുതിയൊരു ജീവനക്കാരൻ ജോലി കിട്ടി എന്നുള്ള സന്തോഷം ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? പിന്നെ എന്തും കൂടി ഉണ്ടാവും? സന്തോഷവും
അതുപോലെ തന്നെ എന്തുണ്ടാവും? എന്തുണ്ടാവാ? സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻസൈറ്റി, അതുപോലെ എന്താണ്? പേടി, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? പേടി ഉണ്ടാവും. അതിനാല് അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ടത്, സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്, അല്ലെങ്കിൽ കടമ ആരുടേതാണ്? കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടേതാണ് അല്ലെ? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിന്റേതാണ്. നിലവിലുള്ള ജീവനക്കാർക്ക് ഒരു ന്യൂ സ്റ്റാഫിനെ ഇൻഡക്ഷൻ പ്രോസസ്സിലൂടെ പിന്തുണയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഡക്ഷൻ ട്രെയിനിങ്ങിലൂടെ എക്സിസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്, ന്യൂ എംപ്ലോയിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താണ് ജോബ് ഡ്യൂട്ടീസ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദി job location, job task, job safety need, overview of job objectives and relationship with the other jobs, basic rules related to the people, process and task issue should be communicated by the supervisor to new employees so that they can deal with them properly. എന്താണ് ഉദ്ദേശിക്കുന്നത്? ജോബ് ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് കിട്ടിയ ജോബ് അല്ലെ, നമുക്കൊരു ജോബില് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലെ. വെൻ സ്റ്റാർട്ടിങ് എ ന്യൂ ജോബ്, അതിന്റെ ചുരുക്കരൂപമാണ് മിസ് പറയുന്നത്. ഈ ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൂപ്പർവൈസർ ഷുഡ് ഇൻഫോം ദ എംപ്ലോയി അല്ലെ. സൂപ്പർവൈസർ എന്ത് ചെയ്യും? ന്യൂ എംപ്ലോയിനോട് ഇൻഫോം ചെയ്യും അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അല്ലെ. ജോബ് ഡീറ്റെയിൽസ് ഇല്ലേ, പറയാറില്ലേ? സൂപ്പർവൈസർ ഇന്നതാണ് ജോബ് അല്ലെ, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ടാസ്ക്, സേഫ്റ്റി, അതുപോലെ ലൊക്കേഷനുമായിട്ട് വരുന്ന കാര്യങ്ങള്, ജോബിന്റെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാറുണ്ട്, റിലേഷൻഷിപ്പ് ഓഫ് അതർ ജോബ്, അതുപോലെ ബേസിക് റൂൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയില്ലേ, നമ്മളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, അതുപോലെ ജോബിന്റെ ഇങ്ങനെയുള്ള റൂൾസിലൂടെ വേണം പോവാനായിട്ട് ഇല്ലേ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട്, ജോബിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ജോബ് ഡ്യൂട്ടീസിൽ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇത്രയും വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നെടുത്തതില്? ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, താങ്ക് യു.